ഗൈസ് എല്ലാവർക്കും നമ്മുടെ പുതിയുള്ള സ്വാഗതം ഗൈസ്. അപ്പം നമ്മുടെ വീട്ടിലെത്തിയുള്ളൂ. അപ്പോൾ ഗൈസ് ഒരു 8ന്റെ പണി കിട്ടണം നമുക്ക് നമ്മുടെ ഓൾറെഡി നമ്മുടെ വണ്ടികളൊക്കെ ഉണ്ടല്ലോ. അത് ഗൈസ് വണ്ടി ഇരിപ്പുണ്ട് കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടിക്ക് ചെറിയൊരു സീൻ കിട്ടി ഗൈസ്. ചെറിയൊരു പണി കിട്ടി. വണ്ടി നമുക്ക് ചാർജിങ് കാര്യങ്ങളൊന്നും കയറണല്ലോ ഗൈസ്. അപ്പം അമ്മ വിളിച്ച് പറഞ്ഞു കേട്ടോ. അപ്പോൾ നോക്കിയപ്പോൾ ചാർജിങ് കാര്യങ്ങളൊന്നും കയറണമെന്നാണ് പറഞ്ഞു കേട്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് നോക്കി നോക്കാം എന്താ സംഭവം എന്നുള്ളത്. എനിക്ക് അറിയില്ല ഗൈസ് കറക്റ്റായിട്ട്. കാരണം ഇന്നലെ മിനിയാന്ന് നമ്മുടെ വണ്ടികളൊക്കെ സർവീസ് ചെയ്ത് കൊണ്ടുവന്ന് ഇറക്കിയല്ലോ കേട്ടോ. വണ്ടി സർവീസും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് കിട്ടിയുള്ളൂ. അപ്പോൾ പിന്നെ പെട്ടെന്നൊരു ഇഷ്യൂ വന്നാണ്. എനിക്ക് തോന്നുന്നു ചാർജിങ്ങിൻ്റെ എന്തെങ്കിലും ഇഷ്യൂ ആണെന്ന് തോന്നണം കേട്ടോ. അപ്പോൾ എനിക്ക് അറിയില്ല എന്താണെന്ന് കറക്റ്റായിട്ട്. അപ്പോൾ നമ്മൾ സർവീസ് സെൻറ്റർ വിളിച്ചപ്പോൾ അവർ പറഞ്ഞത് അങ്ങോട്ട് കൊണ്ടുവരാൻ പറഞ്ഞു കേട്ടോ. നമുക്കൊരു ചാർജറും കാര്യങ്ങളൊക്കെ ചെക്ക് ചെയ്തിട്ട് പറയാമെന്നാണ് പറഞ്ഞത്. അപ്പം ഇന്ന് വണ്ടി കിട്ടൂലെന്ന് അറിയില്ല ഗൈസ്. അപ്പോൾ നമ്മൾ വണ്ടി കാര്യങ്ങളൊക്കെ എടുത്ത് നേരെ പോകണം ഗൈസ്. വണ്ടിയിൽ ഒരു 10-20% ചാർജെന്ന് തോന്നുന്നു. നമുക്ക് ആ ചാർജ് കൊണ്ട് നേരെ നമുക്ക് വൈറ്റിലേക്ക് പോകണം കേട്ടോ. വൈറ്റിലേക്ക് പോയിട്ട് വേണം നമുക്ക് വണ്ടിയും കാര്യങ്ങളൊക്കെ സെറ്റാക്കാനായിട്ട് സെറ്റാക്കി കൊടുത്തിട്ട് വേണം വരാനായിട്ട് ഗൈസ്. അപ്പോൾ പെട്ടെന്ന് തന്നെ കിട്ടിയാൽ മതിയായിരുന്നു ഗൈസ്. അല്ലെങ്കിൽ ബാക്കി ആളൊന്നും നടക്കൂല കേട്ടോ. നമുക്കിപ്പോൾ ഞാനിപ്പോൾ വീട്ടിൽ വന്നേ ഉള്ളൂ. വണ്ടിയൊന്നും ഇറങ്ങിയിട്ടില്ല കേട്ടോ. അപ്പോൾ നമ്മൾ നേരെ വണ്ടി വണ്ടിയുടെ കംപ്ലയിൻറ്റ്സ് ഞാൻ കാണിച്ചില്ല കേട്ടോ. ഇതാണ്ടോ നമ്മുടെ വണ്ടിയുടെ കംപ്ലയിൻറ്റ് എന്ന് പറഞ്ഞാൽ ഗൈസ്. ഇപ്പോൾ ചാർജ് കയറുന്നുണ്ട്, പിന്നെ നിൽക്കണ്ട കേട്ടോ. കാരണം ഇങ്ങനെ കയറി ഇറങ്ങി കണ്ട ഗൈസ്. ഒച്ചയേക്കാറുണ്ടെന്ന് അറിയാൻ പാടില്ല. ശ്രദ്ധിച്ച് കേട്ടോ. ഇതാണ് നമ്മുടെ വണ്ടിയുടെ ചാർജർ കേട്ടോ ഗൈസ്. കണ്ടോ ഇങ്ങനെ കട്ടായി പോകണം ഗൈസ്. എന്താ സംഭവം എന്ന് അറിയില്ല. കണ്ട വണ്ടി ഇപ്പോൾ എന്താ പറയുക, വണ്ടി ചാർജ് ആക്കി നമുക്ക് മീറ്ററിലും കാണാനൊക്കെ കാണിക്കൂട്ടോ ചാർജ് എന്നുള്ളത്. ജസ്റ്റ് ഇപ്പോൾ വണ്ടി കാണാനൊക്കെ ചാർജ് അല്ല. കൂടെ സൈഡിലും നമ്മുടെ ഇലക്ട്രിക് എന്നുള്ള ആ ഒരു ലൈറ്റും കാണാനൊക്കെ കത്തി നിൽക്കും കേട്ടോ. അപ്പോൾ നമ്മുടെ വണ്ടികളൊക്കെ ചാർജിങ് കാണാനൊന്നും കയറണില്ല. എന്ത് ചെയ്യുമെന്ന് അറിയില്ല കേട്ടോ ഗൈസ്. പിന്നെ നമുക്കിത് ഇപ്പോൾ വണ്ടികളൊക്കെ ഓണാക്കി ഞാൻ കാണിച്ചു തരാം. ചാർജ് ഉണ്ടെന്ന് തോന്നുന്നു. ഇന്നലെയൊക്കെ ചാർജ് ഉണ്ടായിരുന്നു. നമുക്ക് നോക്കി നോക്കാം കേട്ടോ എന്താ ഇഷ്യൂ എന്നുള്ളത്. 13% ചാർജുള്ളൂ ഗൈസ്. 13% ഉള്ളൂ. ഇതുകൊണ്ട് നമ്മൾ വൈറ്റിലൊരു എത്തണം കേട്ടോ. ഇവിടെ നിന്നൊരു 4-5 കിലോമീറ്റേഴ്സ് ഒക്കെ ഉണ്ട് കേട്ടോ ഗൈസ്. ഇതുണ്ടോ, ഇതാണ് ഇപ്പോഴത്തെ അവസ്ഥ. ഓണായിപ്പോവും, പിന്നെ ഓഫ് ആവും കേട്ടോ ഗൈസ്. ഇത് എന്താ പറയുക, നമ്മുടെ സർവീസ് കഴിഞ്ഞ് 2 ദിവസം കഴിഞ്ഞിട്ടുള്ളൂ കേട്ടോ നമ്മുടെ വണ്ടിയും കാര്യങ്ങളൊക്കെ ചാർജ് ചെയ്തിട്ട്. എന്താണെന്ന് അറിയില്ല, ഇഷ്യൂ എന്താണെന്നറിയില്ല. അപ്പോൾ നമുക്കൊന്ന് നോക്കാം കേട്ടോ. പെട്ടെന്ന് നമ്മുടെ മീറ്ററും കാര്യങ്ങളൊക്കെ കിട്ടുപോകണം കേട്ടോ. പിന്നെ രണ്ടാമത് ഓണാവണ തന്നെയാണ്. കോൺസ്റ്റൻ്റ് ഓണാക്കി കിടക്കണം കേട്ടോ. കാരണം നമ്മൾ ഇടക്കിടക്ക് നിന്ന് ഇപ്പോൾ ഓട്ടത്തിൽ പോയാൽ തന്നെ ഇത് ഭയങ്കര ഇഷ്യൂ ആവും. ഓടിക്കാൻ പറ്റുമോയെന്ന് അറിയില്ല കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കി നോക്കാം എന്താ സംഭവം എന്നുള്ളത്. ഞാൻ വെച്ചാൽ ഇതിൻ്റെ അഡാപ്റ്റർ എന്ത് ഇഷ്യൂ ഉണ്ടെന്നാണ്. ഈ അഡാപ്റ്ററും കാര്യങ്ങളൊന്നും കുഴപ്പമൊന്നുമില്ല. കാണിച്ചു തരാമല്ലോ. അഡാപ്റ്ററും കാര്യങ്ങളൊന്നും കുഴപ്പമില്ല. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു ചാർജറിൻ്റെ ആ ഒരു ഇഷ്യൂ തന്നെയാണ് ഗൈസ്. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കി നോക്കാം എന്താ സംഭവം എന്നറിയില്ല. നമുക്ക് നോക്കാം കേട്ടോ എന്താണെന്ന്. പക്ഷേ ഇപ്പം ചാർജിങ് കാണിക്കുന്നുണ്ട്. പക്ഷെ നിന്ന് കൂടെ കണ്ടോ നമ്മുടെ ഇഷ്യൂ എന്ന് പറയുന്നുണ്ട്. ഇത്രയും നാൾ ആ ഒരു ഇഷ്യൂ നമ്മുടെ പണ്ടത്തെ വീട് കണ്ടവർക്ക് അറിയാം. നേരത്തെ ആ ഇഷ്യൂ ഉണ്ടായിട്ട് പിന്നെ കംപ്ലീറ്റ് ഓക്കെ ആണോ. പിന്നെയും ഇങ്ങനെ ഇഷ്യൂ വന്ന് എന്താണെന്ന് അറിയില്ല ഗൈസ്. പിന്നെയും ഒരു ഇഷ്യൂ. ഇതെന്തായാലും നമുക്ക് എന്തായാലും കൊണ്ടുവന്ന് കാണിക്കണം. അപ്പോൾ നമ്മൾ എന്താ പറയുക, വണ്ടി കാണാക്കി ഇനിയിപ്പോൾ സർവീസ് സെൻ്റർ കാണാക്കി കൊടുക്കണം കേട്ടോ. അപ്പോൾ എന്താണെന്ന് അറിയില്ല, ഇഷ്യൂ എന്താണെന്നൊന്നും അറിയില്ല. നമുക്കൊന്ന് കൊണ്ടൊക്കെ കൊടുത്തു അങ്ങനെ 2 ദിവസം മിനിയാന്ന് പറഞ്ഞ സർവീസ് കഴിഞ്ഞ് വണ്ടി കൊണ്ടുവന്ന് വെച്ചാലോ. അപ്പോഴാണ് ഇഷ്യൂ വന്നത് കേട്ടോ. എന്താ സീനെന്ന് അറിയില്ല. എന്നാൽ നമുക്കൊന്ന് പോയി നോക്കാം. എനിക്ക് തോന്നുന്നുള്ള ഇന്ന് തന്നെ കിട്ടുമെന്ന് വണ്ടി. കാരണം ഇപ്പോൾ ഈ ഒരു ഇഷ്യൂ കൂടെ തുടങ്ങിയ കാരണം മീറ്ററും കാണാനൊക്കെ ഇൻ്റർ കൺസോളും കാണാനൊക്കെ ചാർജ് കയറുമ്പോൾ തന്നെ കട്ട് ഓഫ് ആയി പോകുന്നതുകൊണ്ട് ഇന്ന് തന്നെ കിട്ടുമെന്ന് അറിയില്ല ഗൈസ്. അപ്പോൾ നമ്മൾ പോയിട്ട് നേരെ എന്താ പറയുക കൊണ്ടൊക്കെ കൊടുത്തിട്ട് വരേണ്ടി വരും. പക്ഷേ ഞാൻ അങ്ങനെ കംപ്ലയിൻസും കാര്യങ്ങളൊക്കെ കുറവാണുണ്ടോ ഈ വണ്ടിയിലും കാര്യങ്ങളൊക്കെ. കംപ്ലയിൻസ് ഉണ്ട് ഇല്ലെന്നല്ല. പിന്നെ ബാറ്ററി ആണല്ലോ, ബാറ്ററി ഇഷ്യൂ എന്നല്ല വരത്തുള്ളൂ. പക്ഷേ ബാറ്ററി ഇഷ്യൂ അല്ല എനിക്ക് തോന്നുന്നത്. ചാർജ് എന്തോ കയറാത്തതിനാന്ന് തോന്നുന്നത്. എനിക്ക് അറിയില്ല കറക്റ്റായിട്ട്. അപ്പോൾ നമുക്കൊന്ന് ജസ്റ്റ് ഒന്ന് പോയി നോക്കി നോക്കാം എന്താ സംഭവം എന്നുള്ളത് നമുക്ക് നോക്കാം. പിന്നെ സർവീസ് കഴിഞ്ഞുകൊണ്ട് പെട്ടെന്ന് ലാഗ് എടുക്കില്ല, പെട്ടെന്ന് തന്നെ റെഡിയാക്കി തരുമെന്ന് പ്രതീക്ഷിക്കണ്ടോ. അപ്പോൾ നമുക്ക് ജസ്റ്റ് ഒന്ന് പോയി നോക്കാം എന്താ സംഭവം എന്നുള്ളത്. അപ്പോൾ എന്തായാലും ഞാൻ ബാക്കി അവിടെ എത്തിയിട്ട് കാണിച്ചു തരാം കേട്ടോ നമുക്ക്. അപ്പോൾ നമുക്ക് അങ്ങോട്ടേക്ക് പോകാം ഗൈസ്. അപ്പോൾ ഗൈസ് നമ്മളിങ്ങനെ ഫയൽ ചെയ്ത് നമ്മൾ സർവീസ് സെൻ്ററിൽ എടുത്തിട്ടോ. നമുക്ക് വണ്ടികളൊക്കെ ഇരിപ്പുണ്ട്. നമുക്ക് വണ്ടികളൊക്കെ ചെക്ക് ചെയ്തിട്ട് പറയാമെന്നാട്ടോ പറഞ്ഞേട്ടോ അവർ. അപ്പോൾ നമ്മൾ വെയിറ്റ് ചെയ്യണം ഗൈസ്. എന്താണെന്നുള്ളതൊക്കെ അറിയില്ല. നമുക്ക് വെയിറ്റ് ചെയ്യണം കേട്ടോ. നമുക്ക് വെയിറ്റ് ചെയ്യാം. നമുക്ക് ചാർജറുകളൊക്കെ നമുക്ക് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അവർ ചെക്ക് ചെയ്തിട്ടൊന്ന് ഫൈനലൈസ് ചെയ്ത് പറയാമെന്നാട്ടോ പറഞ്ഞേട്ടോ. അപ്പോൾ എന്താണെന്ന് നമുക്ക് ചാർജറുകളൊക്കെ ചെക്ക് ചെയ്തുകൊണ്ടിരിക്കണം. അപ്പോൾ എന്തായാലും നോക്കട്ടെ ഗൈസ്. അപ്പോൾ നമ്മളങ്ങനെ സർവീസ് സെൻ്ററുകളൊക്കെ പോയിട്ടേ വന്നിട്ട് ഗൈസ്. കുറച്ച് ലേറ്റായി ഇപ്പോഴത്തെ വീഡിയോ കാര്യങ്ങളൊക്കെ എടുക്കണം കേട്ടോ ഗൈസ്. അപ്പോൾ അവർ പറഞ്ഞു വെച്ചാൽ നമ്മുടെ ചാർജറും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് പോയിട്ടോ. ആ ചാർജറിന് യൂസ് ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയണം കേട്ടോ. കാരണം അതെന്തോ കംപ്ലയിൻസ് കാര്യങ്ങളൊക്കെ ഉണ്ട്. അതൊന്നും റെഡിയാക്കി എടുക്കാൻ പറ്റില്ല എന്നാണ് അവർ പറയണത്. എനിക്ക് അറിയില്ല ഗൈസ് എന്താ സംഭവം. അപ്പോൾ അവർ ഇപ്പോൾ വിളിച്ച് പറഞ്ഞു കേട്ടോ. നമ്മുടെ കമ്പനിയിൽ നിന്ന് ഇപ്പോൾ വിളിച്ച് പറഞ്ഞാണ്. അപ്പോൾ നമ്മുടെ എന്താ പറയുക ചാർജർ കംപ്ലീറ്റ്ലി പോകട്ടെ. അത് വേറെ ഒന്നല്ല, നമുക്ക് വാറണ്ടിയും കാര്യങ്ങളൊന്നും കിട്ടില്ല ചാർജറിന് കാര്യങ്ങളൊന്നും.
ചാർജറിലൊന്നും നമുക്ക് വാറണ്ടി ഒന്നും കിട്ടത്തില്ല. എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് എന്താ പറയുക, ജസ്റ്റ് ഒന്ന് കയ്യിൽ നിന്ന് താഴ്ത്തുകയാണ് കേസ്. അപ്പോൾ ഞാൻ ജസ്റ്റ് നൈസായിട്ട് പൊട്ടിയായിരുന്നു. അപ്പോൾ നമ്മൾ പുതിയൊരു 3 പിൻ്റെ ഒരു ഹോൾഡർ ഞങ്ങളൊക്കെ വാങ്ങിച്ചാൽ റെഡിയാക്കിയായിരുന്നു കേസ്. ഒരു 6 മന്ത്സോളം, ഒരു 6 മാസമൊക്കെ ഉണ്ടായിരുന്നു തോന്നുന്നു കേസ്. അപ്പോൾ നമുക്കിത് അപ്പോൾ 6 മാസം മുമ്പ് ഇതുപോലെ സെയിം ഇഷ്യൂ വന്നിട്ട് അത് ലൂസ് കണക്ഷൻ എന്ത് വരുന്നത് നമ്മുടെ കയ്യിൽ നിന്ന് താഴ്ത്തുകൊണ്ട് പൊട്ടിക്കൊണ്ടാണ് കേസ്. അത് ഫുൾ പൊട്ടിയെന്ന് പറയാൻ പറ്റില്ല. നമ്മുടെ പ്ലഗ് ചെയ്യണ ഒരു ഇതുണ്ടല്ലോ, ആ പ്ലഗ് ചെയ്യണ ആ 3 പിന്ന്. അപ്പോൾ ആ സാധനം അത് പൊട്ടിയായിരുന്നു കേസ്. അപ്പോൾ ഞാൻ നേരെ നേരെ അയച്ച് നമ്മുടെ കടയിൽ നിന്ന് ലോക്കലി വാങ്ങിച്ച 3 പിന്ന് ഞങ്ങളൊക്കെ സെറ്റ് ചെയ്ത് അപ്പോൾ ചാർജിങ്ങളൊക്കെ ആണ് നോക്കിയിരുന്നു. പക്ഷേ ഇതിപ്പോൾ ഒരു സീൻ എന്ന് വെച്ച് കഴിഞ്ഞാൽ ഗൈസ് അതിപ്പോൾ അതുകൊണ്ടാണെന്നൊക്കെയാണ് അവർ പറയണത്. ഗൈസ് എൻ്റെ കയ്യിൽ നിന്ന് പൊട്ടിയെന്നുള്ള നേരാണ്. പക്ഷേ ഇത് എന്താ പറയുക, നമുക്കങ്ങനെ പിന്നെ നമ്മൾ 3 പിന്ന് ഒരു അത്യാവശ്യം കൂടി 3 പിന്ന് ഞങ്ങൾക്ക് വെച്ചപ്പോൾ ഓക്കെ ആയിരുന്നു ഗൈസ്. പിന്നെ എന്ത് ഇഷ്യൂ എന്ന് അറിയാൻ പാടില്ല. ഇപ്പം നമ്മുടെ തൊടുമ്പോഴൊക്കെയാണ് നമുക്ക് ചാർജിങ്ങളൊക്കെ കയറട്ടോ. പിന്നെ നമുക്കൊരു അതിനകത്തൊരു അഡീഷണൽ ഫാൻ വരുന്നുണ്ട്, നമ്മുടെ ഹീറ്റിനെ റെസിസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ജസ്റ്റ് ഒരു ചെറിയൊരു ബോക്സ് പോലത്തെ ഫാനുകളൊക്കെ വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ അത് ആ സാധനം ഇങ്ങനെ കട്ട് ഓഫ് ആയി പോകണോണ്ട് ഇഷ്യൂ എന്ന് പറയണത്. അതൊക്കെ റെഡിയാക്കാൻ പറ്റുന്നിട്ട് പറയണം കേട്ടോ. ഇതൊക്കെ പോട്ടെ, ഇതിൻ്റെ കോസ്റ്റ് വന്നിട്ട് 10,500 rupees ഇതിൻ്റെ കോസ്റ്റും കാര്യങ്ങളൊക്കെ. ഒരു ചാർജറിന് നമുക്ക് വന്നിട്ട് 10,500 rupees ഉണ്ടോ. ഇച്ചിരി കോസ്റ്റ്ലി ആണ്. വേറെ ഒന്നും ലൈസ് നമുക്ക് വണ്ടി എടുത്ത സമയത്തൊന്നും അങ്ങനെ ആരും പറഞ്ഞൊന്നുമില്ല കേട്ടോ ഗൈസ്. ഇത്രയും കോസ്റ്റ്ലി ഒരു ഇതാണ്, നമുക്ക് വാറണ്ടി കാരണം കിട്ടത്തില്ല. അല്ലാണ്ട് ചെറിയൊരു ഡാമേജ്, എന്തൊരു ടൈനി ഡാമേജ് ഒക്കെ ആണെങ്കിൽ ഗൈസ് നമുക്ക് അതിൻ്റെ എന്താ പറയുക, വാറണ്ടി കാരണം ഒന്നും കിട്ടത്തില്ല കേട്ടോ. കംപ്ലീറ്റ്ലി അത് പോയത് തന്നെയാണ്. വാറണ്ടി കാലൊക്കെ കംപ്ലീറ്റ്ലി കട്ടാകും കേട്ടോ. അപ്പം iQube ആരെങ്കിലും യൂസ് ചെയ്യുന്ന വ്യക്തികളാണെന്നുണ്ടെങ്കിൽ എന്തായാലും മസ്റ്റായിട്ടൊന്ന് വണ്ടി പോലെ തന്നെ നമ്മുടെ വണ്ടിയുടെ ചാർജർ ഭയങ്കര കെയർഫുള്ളായിട്ട് സൂക്ഷിക്കുക കേട്ടോ. കാരണം അത്രയ്ക്കും ഇത്ര ഹ്യൂജ് എമൗണ്ട് റേറ്റിങ്ങുകളൊക്കെ വരുന്നുണ്ട് ഗൈസ്. ഇവർ ആദ്യം എടുത്ത് പറഞ്ഞില്ല, വണ്ടി എടുത്ത സമയത്തൊന്നും ഈ ചാർജിൻ്റെ എമൗണ്ട് ഒന്നും പറഞ്ഞൊന്നുമില്ല. ഇത്രയും ഹ്യൂജ് എമൗണ്ട് വരും എന്നൊന്നും പറഞ്ഞില്ല ഗൈസ്. അങ്ങനെയൊക്കെയാണ് നമ്മൾ നന്നായിട്ട് കെയർ ചെയ്ത് കൊണ്ടു നടക്കുമായിരുന്നു ഗൈസ്. അതുകൊണ്ട് ഇപ്പം നമ്മൾ കെയർ ചെയ്യില്ലെന്ന് പറയാനുള്ള, നമുക്ക് കെയർ ചെയ്ത് തന്നെ കൊണ്ടുപോകണം. പക്ഷെ നമ്മുടെ കയ്യിൽ നിന്ന് അറിയാണ്ടൊന്ന് വിട്ടുപോയാണ് ഗൈസ്. ആ ചെറിയൊരു ഹോൾഡർ ഞങ്ങൾ ജസ്റ്റ് ഒന്ന് പൊട്ടി. അപ്പം നമ്മൾ ലോക്കല് വാങ്ങിച്ചിട്ട് ഞാൻ നേരത്തെ പറഞ്ഞായിരുന്നല്ലോ. അപ്പം അങ്ങനത്തെ ഒരു ഇഷ്യൂ വന്നോണ്ടാണ് ഗൈസ് ഇത് ഇപ്പം ഇത്രയും വലിയൊരു പ്രശ്നമായത്. അപ്പം നമുക്കിതൊന്നും ചെയ്യാൻ പറ്റില്ല എന്നാണ് പറയണത്. ഇനിയിപ്പോൾ വണ്ടിക്ക് ഓൾമോസ്റ്റ് എന്താ പറയുക, വണ്ടിക്ക് കുഴപ്പവും കാണാനൊന്നുമില്ല. കാരണം നമ്മൾ ഓൾറെഡി പറഞ്ഞല്ലോ, എന്താണ് 2 ദിവസം മുന്നേ സർവീസും കാണാൻ കഴിഞ്ഞ് ഇറങ്ങിയ വണ്ടിയാണ്. അപ്പോൾ വണ്ടിക്ക് ഒരു ഇഷ്യൂസും കാണാനൊന്നുമില്ല ഗൈസ്. ഈ ചാർജർ ഞങ്ങൾക്ക് എന്തായാലും മസ്റ്റായിട്ട് മാറുമെന്നുണ്ടോ പറയണം കേട്ടോ. അപ്പോൾ ഒരു GST ഇൻക്ലൂഡഡ് 10,500 റേറ്റ് വരുന്നുണ്ടോ പറയണം അവർ. അപ്പോൾ എന്തായാലും മാറാണ്ട് വേറെ നിവർത്തിയില്ല ഗൈസ്. ഇപ്പോൾ വണ്ടി സർവീസ് സെൻ്ററിലിരിക്കുകയാണ്, നമുക്ക് മാറാണ്ട് വേറെ നിവർത്തിയില്ല. എന്താ പറയുക, iQube എടുക്കാൻ പോകുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് ഈ കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചിട്ട് എടുക്കുക. വണ്ടിയുടെ ബാറ്ററി ഓൾ സർവീസ് ആണെങ്കിൽ കറക്റ്റ് പ്രോപ്പറായിട്ട് സർവീസ് ശ്രമിക്കുക. എല്ലാ സർവീസിലും ബാറ്ററി ചെക്കപ്പ് ഉണ്ട് ഗൈസ്. എന്നാലും കറക്റ്റായിട്ട് വെറുതെ ഓടിച്ചു വരുന്നത് കാര്യമില്ല. കറക്റ്റായിട്ട് എന്താ പറയുക, സർവീസും കാര്യങ്ങളൊക്കെ ഇട്ട് കൊടുക്കുക. പിന്നെ മെയിനായിട്ട് രണ്ടാമത് ഇമ്പോർട്ടൻ്റ് ആയിരുന്നു വെച്ചാൽ നമ്മുടെ ചാർജറാണ് ഗൈസ്. ചാർജർ എന്തായാലും മസ്റ്റായിട്ട് ഒന്ന് നോക്കി വെക്കുക. കാരണം അത് ഇത്രയും വലിയ ഇഷ്യൂ ഒന്നും നമുക്ക് അറിയില്ല എന്നിട്ട് ഗൈസ്. അപ്പോൾ ഇപ്പോൾ അത് 10,500 രൂപ പോയി കിട്ടി. ഇനിയിപ്പോൾ വണ്ടി കാണാനൊക്കെ ഇനിയിപ്പോൾ 2 ദിവസത്തിനുള്ളിൽ വണ്ടി കാണാനൊക്കെ തരും ഗൈസ്. ആ ബാറ്ററി അല്ല, നമ്മുടെ ചാർജർ പുതിയതും കാണാനൊക്കെ അതിനകത്ത് ഫിക്സ് ചെയ്തിട്ട് ഒന്നും കൂടി നമുക്ക് ചാർജ് കയറ്റിയൊക്കെ നോക്കൂട്ടോ. എന്നിട്ടാണ് അവർ തരുള്ളൂ കേട്ടോ. അപ്പോൾ ഇനി ഒരു 2-3 ഡേയ്സ് ഇനി ഡിലേ ഉണ്ട്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ ബാറ്ററി നമ്മുടെ ചാർജുകളൊക്കെ വരാനായിട്ട് ഒരു എന്തായാലും 1 ഡേ കൂടെ വരും എന്ന് തോന്നുന്നു ഗൈസ്. അവർക്ക് സ്റ്റോക്ക് ഉണ്ടെന്ന് അവർ വിളിച്ച് പറഞ്ഞത്. അപ്പോൾ ഇത്രയും ഹ്യൂജ് എമൗണ്ട് വന്നുകൊണ്ടാണ് ഗൈസ് ഞാൻ പറഞ്ഞു കേട്ടോ ഗൈസ്. എന്തായാലും ഒരു 8ൻ്റെ പണിയെന്ന് പറയാൻ പറ്റില്ല, അതൊക്കെ മേലെ എന്ന് പറയാൻ പറ്റത്തുള്ളൂ. ഒരു എന്താ പറയുക, നല്ല അടിപൊളി പണി എന്തായാലും കിട്ടിയേക്കണത്. അങ്ങനെ സ്കൂട്ടർ അങ്ങനെ പണി നിന്ന് വേറെ സ്കൂട്ടറിന് ഡാമേജ് കാണാനൊന്നുമില്ല. നമ്മുടെ സർവീസും കാണാനൊക്കെ ഓൾമോസ്റ്റ് കഴിഞ്ഞത്. അതുകൊണ്ട് ഒരു 1,100 rupees അങ്ങോട്ട് വന്നുള്ളൂ നമുക്ക് സർവീസും കാണാനൊക്കെ. ഇപ്പോൾ അറൗണ്ട് ഒരു 7th സർവീസാണ് കേട്ടോ, 7th സർവീസാണ്. അപ്പോൾ ആ ഒരു ഇത് കഴിഞ്ഞിട്ട് ഇനിയിപ്പോൾ നമ്മുടെ ചാർജറും കാര്യങ്ങളൊക്കെ ഇനി വരണം. ചാർജറും കാര്യങ്ങളൊക്കെ സെറ്റാണ് ഗൈസ്. വണ്ടി ഇനിയിപ്പോൾ ഓടണമെങ്കിൽ ചാർജ് വേണമല്ലോ. അപ്പോൾ എന്തായാലും ചാർജറും കാര്യങ്ങളൊക്കെ പുതിയത് വാങ്ങിക്കേണ്ടി വേറെ നിവർത്തിയില്ലെന്നാണ് അവർ പറഞ്ഞത്. ചോദിച്ചായിരുന്നു അവരുടെ അടുത്ത് ഇത് റിപ്പയർ എടുക്കാൻ പറ്റുമെന്ന്. അവർ പറയണ ഒരു രക്ഷയില്ല, റിപ്പയർ ചെയ്യാൻ പറ്റില്ല എന്നൊക്കെയാണ് പറയണത്. അപ്പോൾ ഇനിയിപ്പോൾ അറിയില്ല ഗൈസ് എന്താ സംഭവം എന്നുള്ളത്. ഇനിയിപ്പോൾ രണ്ടാമത്തെ പുതിയ ചാർജർ മേടിച്ചാൽ തന്നെ ഇനി മര്യാദക്ക് നോക്കണം, അല്ലെങ്കിൽ ശരിയാവില്ല. ഇനിയിപ്പോൾ രണ്ടാമത് പുതിയതൊക്കെ വാങ്ങിക്കണമല്ലോ. അപ്പോൾ ഇനിയിപ്പോൾ രണ്ടാമത് എനിക്കൊന്ന് 1 ഇയർ മാത്രം 2 ഇയർ അങ്ങോട്ട് വാറണ്ടി ഉള്ളതെന്ന് തോന്നുന്നു നമ്മുടെ ചാർജറിന്. അപ്പോൾ
ഇനിയിപ്പോൾ എന്തായാലും മസ്റ്റായിട്ടൊന്ന് ശ്രദ്ധിക്കണം. IQ വാങ്ങിക്കാൻ ഞാനിപ്പോൾ IQവിന് തന്നെ ഒരു 3-4 വീഡിയോ ചെയ്യണം കേട്ടോ. അപ്പോൾ എന്തായാലും ആരും വീഡിയോസൊക്കെ അത്യാവശ്യം വ്യൂസും കാണാനൊക്കെ ഉണ്ട്. അപ്പോൾ അതുപോലെ തന്നെ എല്ലാവരും IQ എടുക്കുന്ന ആൾക്കാരാണെങ്കിൽ നമ്മുടെ ചാർജറും കാണാനൊക്കെ മസ്റ്റ് എന്ന് പറഞ്ഞാൽ അത്ര കെയർഫുള്ളായിട്ട് ചാർജറും കാണാൻ കൊണ്ടു നടക്കുക. താഴത്തൊക്കെ എങ്ങനെ എനിക്ക് ചെറിയ രീതിയിൽ ഇട്ട് വീണാൽ തന്നെ ജസ്റ്റ് ഒരു പൊട്ടിലാന്ന് തന്നെ അത് നമുക്ക് ഭയങ്കര ഇഷ്യൂ ആവും കേട്ടോ. ഇതുപോലെ ഇത്രയും ഹ്യൂജ് എമൗണ്ട് കയ്യിൽ നിന്ന് ഇറങ്ങി അങ്ങ് പോകും ഗൈസ്. വീണ് പൊട്ടണോണ്ടല്ല, ഇൻ കേസ് വീണ് പൊട്ടിയിട്ട് നമുക്ക് ഭാവിയിൽ എന്തെങ്കിലും ഒരു അതുപോലെ ചാർജ് കയറാതെ ചെറിയൊരു വേരിയേഷൻ കാണാനൊക്കെ വന്നാൽ തന്നെ നമ്മൾ സർവീസ് സെന്ററിൽ കോൺടാക്ട് ചെയ്യുമ്പോൾ അവർ തന്നെ പറയത്തുള്ളൂ ഗൈസ്, അവർ കൈമലെത്തും. അപ്പോൾ എന്തായാലും അതും കൂടെ ശ്രദ്ധിച്ച് വെച്ചേക്കുക. കാരണം ഇതിൻ്റെ അപ്ഡേറ്റ് കാണാനൊക്കെ ഞാൻ കംപ്ലീറ്റ് ആക്കിയില്ല, അതുകൊണ്ടാണ് എൻ്റെ വീഡിയോ നാളായിട്ട് ചെയ്യണം കേട്ടോ ഗൈസ്. അപ്പോൾ എന്തായാലും ഇനിയിപ്പോൾ 2-3 ഡേയ്സ് കഴിഞ്ഞിട്ട് വണ്ടി കാണാനൊക്കെ ഇട്ടിട്ടേ, എന്നാലും പേയ്മെൻറ്റ് കാണാനൊക്കെ ഇനിയിപ്പോൾ നാളെ അല്ലെങ്കിൽ മറ്റന്നാൾക്കുള്ളിൽ പേയ്മെൻറ്റ് കാണാനൊക്കെ ചെയ്ത് കൊടുക്കണം. അപ്പോൾ അന്നാ മാത്രം ഒരു കടന്ന് നമ്മുടെ ചാർജർ കാണാനൊക്കെ എടുക്കുകയുള്ളൂ കേട്ടോ. അപ്പോൾ ഇനിയിപ്പോൾ റെഡിയാക്കണം. വേറെ വണ്ടിക്ക് ഫങ്ഷണൽ പരമായിട്ട് വേറെ ഇഷ്യൂസും കാണുന്നില്ല. ഇപ്പോൾ സ്പീഡോമീറ്റർ ഇലക്ട്രോണിക് പരമായിട്ടൊന്നും ഇഷ്യൂസും കാണുന്നില്ല. പക്ഷേ ഈ ചാർജറിൻ്റെ ഒരു ഇഷ്യൂ മാത്രമേ ഉള്ളൂ കേട്ടോ. അതിനിപ്പോൾ ഒരു റെഡിയായിട്ട് കിട്ടുമെന്ന് പ്രതീക്ഷിക്കുന്നു ഗൈസ്. അപ്പോൾ എന്തായാലും മസ്റ്റായിട്ടൊന്ന് ഈ വീഡിയോ മാക്സിമം IQ എടുക്കാൻ ഉദ്ദേശിക്കുന്ന ആൾക്കാരാണെങ്കിൽ, IQ ഇപ്പോൾ യൂസ് ചെയ്യുന്ന ആൾക്കാരാണെങ്കിലും മസ്റ്റായിട്ടൊന്ന് മൈൻഡിൽ വെക്കുക. അത്യാവശ്യം നല്ലൊരു എമൗണ്ട് കയ്യിൽ നിന്ന് ഇറങ്ങി പോകും. അപ്പോൾ എന്തായാലും നമ്മൾ അടുത്തൊരു വീണ്ടും കാണാം ഗൈസ്. അതുവരെ ബൈ.